ചരിത്രപരമായ രാജ്യസഭാ ഭൂരിപക്ഷത്തിലേക്ക് BJP വളരെ വേഗം അടുക്കുകയാണ്. കേവലം 6 സീറ്റുകൾ മാത്രമുണ്ടെങ്കിൽ രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷം കിട്ടുന്ന രാഷ്ട്രീയ പാർട്ടിയായി BJP മാറും. ഇതിനു മുൻപ് അവസാനമായി ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് 1986-ലായിരുന്നു. അന്ന് പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിനായിരുന്നു ഈ ഭൂരിപക്ഷം. നമുക്കറിയാം, വരാനിരിക്കുന്ന നിർണായകമായ മൺസൂൺ സമ്മേളനത്തിൽ നിരവധി ബില്ലുകൾ BJPയുടെ ഭാഗത്ത് നിന്ന് പാസ്സാക്കാനുണ്ട്. തങ്ങളുടെ സ്ഥാനം ശക്തമാക്കാനൊരുങ്ങുന്നതോടെ രാജ്യസഭയിൽ BJP നയിക്കുന്ന NDAയ്ക്ക് വലിയ രീതിയിലുള്ള സംഖ്യാബലം കിട്ടും എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. മണ്ഡല പുനർനിർണയം, വനിതാ സംവരണം, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, അങ്ങനെ BJPയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളായ പല കാര്യങ്ങൾ നിറവേറ്റാനുണ്ട്. ഈ നിയമനിർമ്മാണ പരിഷ്കാരങ്ങൾ ഈ സമ്മേളനത്തിൽ കേന്ദ്രം കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു മെജോറിറ്റിയിലേക്ക് BJP പോകുന്നത്. പശ്ചിമബംഗാളിൽ നിന്നാണ് പാർട്ടിക്ക് പെട്ടെന്നുള്ള ഒരു മുന്നേറ്റം ലഭ്യമാകുന്നത്. തൃണമൂലിൻ്റെ തകർച്ചയെ തുടർന്നായിരുന്നു. അവിടെ 3 രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പുകളും 24 നടക്കുകയാണ്. അവിടെ BJP അത് നേടുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം തൃണമൂൽ അത്രത്തോളം തകർന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അതോടെ BJPയുടെ കരുത്ത് 117 ആകും. ഇത് പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സംഖ്യയായി മാറുന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇതോടെ NDAയുടെ ആകെ സീറ്റുകളുടെ എണ്ണം 152 വർദ്ധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അതോടുകൂടി കേവല ഭൂരിപക്ഷത്തിലേക്ക് 6 സീറ്റുകൾ മാത്രം അകലയിലേക്ക് BJP എത്തുന്നൊരു പശ്ചാത്തലമാണ്. അത് വളരെ വേഗം സാധിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം തന്നെയാണ് ഇപ്പോൾ BJP കേന്ദ്രങ്ങൾക്കുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ 1986-ൽ കോൺഗ്രസിനുണ്ടായിരുന്ന തരത്തിൽ ഏക രാഷ്ട്രീയ കക്ഷിക്ക് ഭൂരിപക്ഷമുണ്ടാകുന്നതിലേക്ക് BJP എത്തുകയാണ്. ഭരണഘടനാ ഭേദഗതികൾ, അതുമായി ബന്ധപ്പെട്ട ബില്ലുകൾ വരുമ്പോൾ അത് പാസ്സാക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യം സർക്കാരിന് ഒരുപക്ഷെ സാധ്യമാകാം രാജ്യസഭയിൽ എന്നാണ് മനസ്സിലാക്കേണ്ടത്. 3-2 അംഗങ്ങളുടെ പിന്തുണ ആവശ്യമാണ് എന്നത് ഒരു കടമ്പയാണ്. എങ്കിൽ കൂടി ഈ വോട്ടെടുപ്പിൽ പങ്കെടുത്താൽ മാത്രമാണ് ഈ എണ്ണം തികയ്ക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. 166 3-2 എന്ന കണക്കിലേക്ക് വരുമ്പോൾ രാജ്യസഭയിൽ NDA മുന്നണിക്ക് വേണ്ടത്. നിർണായകമായ ഭരണഘടനാ നിയമനിർമ്മാണങ്ങൾ മുന്നിലിരിക്കെ അധിക പിന്തുണ എവിടെ നിന്ന് ലഭിക്കും എന്നുള്ളതാണ് പാർട്ടി ഇപ്പോൾ ആലോചിക്കുന്നത്. പ്രധാനമായും ചില കക്ഷികൾ വിട്ടുനിന്നാൽ, പ്രാദേശിക പാർട്ടികൾ അല്ലെങ്കിൽ പ്രാദേശിക പാർട്ടികളുടെ വിഷയാധിഷ്ഠിത പിന്തുണ ലഭിച്ചാൽ അത് സാധ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ ഉള്ളത് എന്നുള്ളതാണ്. അതായത് പ്രധാനപ്പെട്ട പാർട്ടികളായ YSR കോൺഗ്രസ്, DMK, സ്വതന്ത്ര MPമാർ, ഒപ്പം NCPയുടെ ശരത് പവാർ വിഭാഗം എന്നിവരുടെയൊക്കെ തന്ത്രപരമായ പിന്തുണ NDA ഈ വിഷയങ്ങളിൽ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് പാർട്ടിയുടെ, മുന്നണിയുടെ, സർക്കാരിൻ്റെ നീക്കം? കാത്തിരുന്നു കാണാം.